കോഴിക്കോട് താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ മോഷണം. താമരശ്ശേരി ചുങ്കത്തെ സൂപ്പർമാർക്കറ്റിലടക്കം ഇന്നലെ രാത്രിയാണ് മോഷണമുണ്ടായത്. 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് നിഗമനം. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, എത്ര കടകളിലാണ് മോഷണം നടന്നത്? പ്രതിയെക്കുറിച്ച് വിവരമുണ്ടോ? അമൃത, താമരശ്ശേരിയിൽ ഇന്നലെ 3 സ്ഥാപനങ്ങളിലായാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതിൽ 2 സ്ഥാപനങ്ങൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിധിക്കുള്ളിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. നേരത്തെയും നിരവധി മോഷണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നും ആളുകൾ പറയുന്നുണ്ട്. ഇന്നലത്തെ മോഷണ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ലാവണ്യ ഇ പ്ലാസ, മൈക്രോ ഹെൽത്ത് ലാബ്, ഇത് 2 സ്ഥാപനങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ 100 മീറ്റർ പരിധിയിലുള്ളത്. ഇവിടെയാണ് മോഷണം നടന്നത്. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് പോലീസ് തിട്ടപ്പെടുത്തി വരുന്നേയുള്ളൂ. ഈ ലാവണ്യ ഇ പ്ലാസയുടെ ചില്ലുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചില്ലുകൾ തകർത്ത നിലയിലാണ് ഉള്ളത്. മൈക്രോ ഹെൽത്ത് ലാബിൻ്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. മോഷ്ടാവ് കൃത്യമായി ആസൂത്രണം നടത്തിയാണ് ഇവിടെ എത്തിയതെന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലെ ഗേറ്റ് തുറന്ന് ഫ്യൂസ് ഊരിയ ശേഷമാണ് മോഷണം തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല CCTVയുടെ വയറുകൾ കൂടി കട്ട് ചെയ്ത നിലയിലാണ് ഉള്ളത്. ഈ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല താനും. ഈ തരത്തിലാണ് മോഷണം ഉണ്ടായത്. മറ്റൊന്ന്, ഒരു സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അത് താമരശ്ശേരി ചുങ്കം ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തെ സെൻട്രൽ ബസാറിലാണ്. അതൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ നിന്ന് 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ട് പേരാണ് ഈ മോഷണ സംഘത്തിലുള്ളത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. സമീപത്തെ ഒരു സ്ഥാപനത്തിലെ CCTVയിൽ 2 പേർ, മോഷ്ടാക്കളെന്ന് കരുതുന്ന 2 പേർ പതിഞ്ഞതായി അറിയുന്നു. ഈ 3 സ്ഥാപനങ്ങളിലും ഒരേ സംഘം തന്നെയാണോ മോഷണം നടത്തിയതെന്ന് ഇനി അന്വേഷണത്തിൽ വ്യക്തമാകാനുണ്ട്. അമൃത. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.